ലേണേഴ്സ്, അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ MMPC 017 അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിലെ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് ആണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ വരുന്ന കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയൊരു യൂണിറ്റ് ആണ്. നമുക്ക് ഈ ഒരു പേപ്പറിൽ തന്നെ പഠിക്കാനുള്ളത് കോർപ്പറേറ്റ് മാനേജ്മെന്റുകളെ പറ്റിയിട്ടാണ് അല്ലെ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഇന്ന് ഈ ഒരു പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് അതായത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ നോക്കാം. അപ്പൊ ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ, ദെൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ദെൻ കോർപ്പറേറ്റ് പ്ലാനിംഗ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് കോർപ്പറേറ്റ് പ്ലാൻ, റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ ഓഫ് കോർപ്പറേറ്റ് പ്ലാൻ, അപ്രോച്ചസ് ടു കോർപ്പറേറ്റ് മാനേജ്മെന്റ്, strategists and their role in corporate management, need for corporate management, corporate management in നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്താന്ന് നമുക്കറിയാം അല്ലെ. സോ ഇറ്റ്സ് എ ബ്രോഡ് ഫിനോമിനൻ ആൻഡ് കവേഴ്സ് എ വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റീസ്. അതായത് ഈ കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലെ, ഒരു ബ്രോഡ് ഫിനോമിനൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് മാനേജ്മെന്റിനകത്ത് ഒരുപാട് സ്റ്റെപ്സ് വരുന്നുണ്ട്. എന്തൊക്കെ സ്റ്റെപ്സ് വരുന്നുണ്ട്? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് പ്ലാനിങ് പ്രോസസ്സും ഇതെല്ലാം നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ആ ഒരു ഏരിയയ്ക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് പ്ലാനിങ്ങും ദെൻ കോർപ്പറേറ്റ് പ്ലാനിങ്ങിനുള്ള പെർക്വിസിറ്റ്സും ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു വൈഡ് കോൺസെപ്റ്റിന്റെ ഉള്ളിലാണ്. സോ ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് കോർപ്പറേറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് 3 ഡയമെൻഷൻസ് ഉണ്ട്. അതായത് കോർപ്പറേറ്റ് പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ ഓഫ് കോർപ്പറേറ്റ് പ്ലാൻസ്, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് കോർപ്പറേറ്റ് പ്ലാൻസ്. അപ്പോ നമുക്കറിയാമല്ലേ എന്താണ് കോർപ്പറേറ്റ് പ്ലാനിങ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് പ്ലാനുകൾ എന്താണ്, കോർപ്പറേറ്റ് പ്ലാനുകളെ നമ്മൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ദെൻ ഈ പ്ലാനുകളെ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ പഠിക്കാനുള്ളതാണ്. അപ്പൊ കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്താ നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കിനി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് നോക്കാം. സോ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ്, ദ കോൺസെപ്റ്റ് ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഹാസ് മൂവ്ഡ് ത്രൂ 5 പാരഡൈം ഷിഫ്റ്റ് ആസ് നറേറ്റഡ് ബിലോ. അതായത് നമുക്ക് ഈ ഒരു നേച്ചർ ഓഫ് അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 പാരഡൈംസ് നോക്കാനുണ്ട്. അപ്പൊ ഈ ഒരു 5 പാരഡൈംസിൽ കൂടി ഈ ഒരു കാര്യം സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്തൊക്കെയാണ് ഈ ഒരു 5 പാരഡൈംസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അഡ്ഹോക്കിസം. അഡ്ഹോക്കിസം എന്ന് പറഞ്ഞാൽ എന്താണ്? when the exigency used to force the managers to take appropriate action to deal with the situation continued till 1930. അതായത് 1930 വരെ ഈ ഒരു അഡ്ഹോക്കിസം ആയിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ എന്താണ്, മാനേജേഴ്സിനെ ആയിരുന്നു അല്ലെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ഒക്കെ എടുക്കാനായിട്ട് മാനേജേഴ്സിനെ ആയിരുന്നു ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെയാണ് നമ്മൾ അഡ്ഹോക്കിസം എന്ന് പറയുന്നത്. 1930 വരെ ഈ ഒരു അഡ്ഹോക്കിസം ആയിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ പ്ലാൻഡ് പോളിസി. നെക്സ്റ്റ് വന്നൊരു പാരഡൈം ആണ് ഈ ഒരു പ്ലാൻഡ് പോളിസി. സോ the Great Depression forced the planners and thinkers to have a planned policy. Unforeseen incidents and contingencies are to be anticipated. അതായത് ഒരു ഈ ഒരു 1930 കഴിഞ്ഞ സമയത്ത് ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ വന്നു. ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ആണ് ഈ ഒരു പ്ലാനേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സിനെ ഒരു പ്ലാൻഡ് പോളിസീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരെ ഫോഴ്സ് ചെയ്തത്. പ്ലാൻഡ് പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഉണ്ടാകാൻ പോകുന്ന നമുക്കറിയാത്ത അല്ലെങ്കിൽ അൺഫോർസീൻ ആയിട്ടുള്ള ഇൻസിഡൻസോ കണ്ടിജൻസീസോ ഒക്കെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു പ്ലാൻ പോളിസീസ് വേണം എന്ന് മനസ്സിലാക്കിയത് ഈ ഒരു ഗ്രേറ്റ് ഡിപ്രഷന് ശേഷമായിരുന്നു. ഓക്കെ, then environment strategy interface. So the strategy has to cope with environment. The forces of internal and the external environment have created uncertainties. അതായത്
നമ്മൾ ഈ ഒരു പ്ലാൻഡ് പോളിസീസ് വേണമെന്ന് പറഞ്ഞപ്പോഴും അവിടെ ഈ ഒരു സ്ട്രാറ്റജീസ് എന്ത് ചെയ്യണം, നമ്മുടെ എൻവയോൺമെന്റിനെ കൂടി കോപ്പപ്പ് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കണം. അവിടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ പറ്റിയിട്ടാണ്. ഒരു ബിസിനസ്സിലെ ഇന്റേണൽ എൻവയോൺമെന്റിലും എക്സ്റ്റേണൽ എൻവയോൺമെന്റിലും അൺസർട്ടനിറ്റീസ് ഉണ്ട്. സോ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഈ ഒരു സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. Then corporate planning. It involves moving ahead from environmental appraisal to strategic alternatives and choice. The planning need to be strategic. അതായത് കോർപ്പറേറ്റ് പ്ലാനിങ്ങിലോട്ട് വരുമ്പോൾ ഈ ഒരു എൻവയോൺമെന്റൽ അപ്രൈസലിൽ നിന്നും ഒരു സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സിലോട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതായത് ഈ ഒരു പ്ലാനിങ് എങ്ങനെ ആയിരിക്കണം, സ്ട്രാറ്റജിക് ആയിരിക്കണം. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു സ്ട്രാറ്റജീസ് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് ലോങ് റണ്ണിൽ ബിസിനസിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഈ ഒരു സ്ട്രാറ്റജീസ് വരേണ്ടത്. അതാണ് നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ പറഞ്ഞത്. ദെൻ ഫൈനലി കോർപ്പറേറ്റ് മാനേജ്മെന്റ്. The aspect of implementation and control are also considered in corporate planning process. Corporate management എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് പ്ലാനിങ്ങും ഇംപ്ലിമെന്റേഷനും കൺട്രോളും എല്ലാം കൂടി ചേരുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റിലോട്ട് വന്നത്. സോ ഈ ഒരു 5 കാര്യങ്ങളാണ് ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിലോട്ട് നമുക്ക് ഒരു ഇവോൾവ് ചെയ്ത അല്ലെങ്കിൽ അതിന്റെ ഒരു എവല്യൂഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1930 വരെ അഡ്ഹോക്കിസം ആയിരുന്നു. ദെൻ പ്ലാൻഡ് പോളിസീസ് വന്നു തുടങ്ങി, എൻവയോൺമെന്റ് സ്ട്രാറ്റജി ഇന്റർഫേസസ് വന്നു, ദെൻ കോർപ്പറേറ്റ് പ്ലാനിങ്ങിലോട്ട് അതൊരു മൂവ്മെന്റ് വന്നു, ദെൻ ഫൈനലി കോർപ്പറേറ്റ് മാനേജ്മെന്റ്. ദെൻ നേച്ചർ ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ്. കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നേച്ചർ നോക്കാം. കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നേച്ചർ എന്തൊക്കെയായിരിക്കും? ഇറ്റ് എൻകംപാസസ് ദി എൻറ്റയർ മാനേജ്മെന്റ് പ്രോസസ്, അല്ലെ? എൻറ്റയർ മാനേജ്മെന്റ് പ്രോസസ്സും ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഉള്ളിൽ വരുന്ന എൻറ്റയർ മാനേജ്മെന്റ് പ്രോസസ്സും ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ വരുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ചോയ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഡിറ്റർമിനേഷൻ ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഡിപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ് ഫോർ അറ്റൈൻമെന്റ് ഓഫ് ഗോൾസ്. അതായത് ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ചോയ്സ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പൊ നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്, അല്ലെ? കോർപ്പറേറ്റ് പ്ലാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലാൻ മാത്രമായിരിക്കത്തില്ല, ഒരുപാട് പ്ലാൻസ് എടുക്കും, അല്ലെ? ഒരുപാട് ഓൾട്ടർനേറ്റീവ് എടുത്തിട്ട് അതിലെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളുടെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ റിസോഴ്സ് മൊബിലൈസേഷൻ, ഈ ഒരു റിസോഴ്സസിനെ എങ്ങനെയൊക്കെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമ്മുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ വരുന്ന കോൺസെപ്റ്റുകളാണ്. ദെൻ ഇറ്റ് ഈസ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം. കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് മാത്രമല്ല ഷോർട്ട് ടേമും ഉണ്ട്, ഷോർട്ട് ടേമും ലോങ് ടേമും കൂടി ഉണ്ട്, അല്ലെ? രണ്ടും ചേരുന്നതാണ് ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ്. ദെൻ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഹൗവർ ആർ റിലേറ്റഡ് ടു ടോപ്പ് മാനേജ്മെന്റ്. അതായത് നമ്മൾ ഈ പറഞ്ഞ കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ടോപ്പ് ലെവലിലുള്ള ആളുകൾ മാത്രമല്ല ചെയ്യുന്നത്, എല്ലാ ലെവൽസിലും വരുന്നുണ്ട് കോർപ്പറേറ്റ് മാനേജ്മെന്റ്. സോ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റിലും ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മളുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ഫ്രേസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, അല്ലെ? കോർപ്പറേറ്റ് മാനേജ്മെന്റിനകത്ത് ഒരു 3 ഫ്രേസസ് വരുമെന്ന് നമ്മൾ തുടക്കത്തിലെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ വരുന്ന 3 ഫ്രേസസ് ആയിരുന്നു കോർപ്പറേറ്റ് പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ, ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് പ്ലാനിങ്, ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ ഉള്ളിൽ വരുന്ന കോൺസെപ്റ്റുകളാണ്. സോ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് കോപ്പിംഗ് അൺസർട്ടൻ ഫ്യൂച്ചർ വിത്ത് ആക്റ്റീവ് ഇന്റർവെൻഷൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ നമ്മളൊരു ആക്റ്റീവ് ഇന്റർവെൻഷൻ കൂടി, നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൻ ആണ് എപ്പോഴും. ഈ ഒരു അൺസർട്ടൻ ഫ്യൂച്ചറിനെ എങ്ങനെ നേരിടാം എന്നാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് പ്ലാൻസിൽ കൂടി മുന്നോട്ട് വെക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വേരിയസ് ടൈപ്സ് ഓഫ് പ്ലാൻ, ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് പ്ലാൻ, ഫങ്ഷണൽ പ്ലാൻ, ഓപ്പറേറ്റിംഗ് പ്ലാൻ, ഓർഗനൈസേഷണൽ പ്ലാൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിനകത്ത് തന്നെ വരുന്നതാണ് കോർപ്പറേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. നമുക്ക് എന്ത് വേണം? ഈ ഒരു കോർപ്പറേറ്റ് പ്ലാൻസ് വേണം. ഈ ഒരു പ്ലാൻസ് എന്ന് പറഞ്ഞാൽ പലതരം പ്ലാൻസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സ്ട്രാറ്റജിക് പ്ലാൻസ് ഉണ്ട്, ഫങ്ഷണൽ പ്ലാൻസ്, ഓപ്പറേറ്റിംഗ് പ്ലാൻസ്, ഓർഗനൈസേഷണൽ പ്ലാൻസ്. ഇതെല്ലാം നമ്മളുടെ കോർപ്പറേറ്റ് പ്ലാൻസിൽ വരുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് ഓൾ പെർവസീവ് ആൻഡ് ഇന്റഗ്രേറ്റീവ്. ഓൾ പെർവസീവ് മീൻസ് ഓൾ ലെവൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ലെവൽസിലും വരുന്നതാണ് ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ്. കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെയാണ് ഈ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത്? സോ കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ടേം തന്നെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത്
ഇവിടെ കോർപ്പറേറ്റ് പ്ലാനിംഗ് ഉണ്ട്, ഇംപ്ലിമെന്റേഷൻ, കൺട്രോൾ, ഇത് മൂന്നും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ വരുന്നതാണ് അല്ലെ. സോ ഇവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഏരിയാസിൽ സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. ആ ഒരു ഏരിയാസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ നോട്ട് ചെയ്തേക്കുന്നത്. നോക്കിക്കേ, റോൾ ഓഫ് ടോപ്പ് മാനേജ്മെന്റ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, അതൊരു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ സ്കോപ്പ് ആണ് അല്ലെ. അതായത് കോർപ്പറേറ്റ് ഗവേണൻസിലുള്ള ടോപ്പ് മാനേജ്മെന്റിന്റെ റോള്. ദെൻ കോഡ് ഓഫ് കണ്ടക്ട് ഇൻക്ലൂഡിംഗ് ഓഡിറ്റ് കമ്മിറ്റി, ഗവേണൻസ് കമ്മിറ്റി എക്സെട്ര. ഈ ഒരു ഓഡിറ്റ് കമ്മിറ്റിയും ഗവേണൻസ് കമ്മിറ്റിയുടെയും ഒക്കെ കോഡ് ഓഫ് കണ്ടക്റ്റുകൾ അതും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഒരു പരിധിയിൽ വരുന്നതാണ്. ദെൻ കോമ്പറ്റേറ്റീവ് സിനേരിയോ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ്, ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിലുള്ള കോമ്പറ്റേറ്റീവ് സിനേരിയോസും നമ്മളുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. ദെൻ കോമ്പറ്റേറ്റീവ് സിനേരിയോ ഫോർ ഡൈനാമിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡൈനാമിക് ആണ് അല്ലെ, ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് ഇരിക്കില്ല, എപ്പോഴും ചേഞ്ചിങ് ആണ്. സോ ഈ ഒരു ഡൈനാമിക് ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിലെ കോമ്പറ്റേറ്റീവ് സിനേരിയോസ്, ദെൻ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസ്, ഒരു നമ്മളുടെ ബിസിനസ് ഫംഗ്ഷൻ ചെയ്യുന്ന മാർക്കറ്റ് സ്ട്രക്ചറും നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റീസും ഇതെല്ലാം കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണ്. ദെൻ സ്ട്രാറ്റജിക് എനേബിളേഴ്സ് ലൈക്ക് IT, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, നോളജ് മാനേജ്മെന്റ് ആൻഡ് ഇന്നോവേഷൻസ്, ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് യൂണിറ്റുകളിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ IT-യും സ്ട്രാറ്റജിക് എനേബിളേഴ്സിനെ പറ്റിയിട്ട് എല്ലാം പഠിക്കുന്നുണ്ട് കേട്ടോ. ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻക്ലൂഡിംഗ് എത്തിക്സ്, വാല്യൂസ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ്, ഈ ഒരു CSR-ഉം അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, അവിടെ എത്തിക്സ് ഉണ്ട്, വാല്യൂസ്, സോഷ്യൽ ഓഡിറ്റ്, ഫിലാന്ത്രഫി ആസ് എ സ്ട്രാറ്റജിക് ചോയ്സ്, ഇതെല്ലാം എന്താണ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ സ്കോപ്പിൽ വരുന്നതാണ്. സോ സ്കോപ്പ് ഓഫ് കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ പരിധിക്കുള്ളിൽ വരുന്നത് എന്നാണ്. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ ഒരു 4 ബ്ലോക്കുകളിലായിട്ട്, നമ്മുടെ ഈ ഒരു പേപ്പറിലെ 4 ബ്ലോക്കുകളിലായിട്ടും നമ്മൾ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ സ്കോപ്പിനെ തന്നെയാണ് പഠിക്കുന്നത്. ഓക്കെ, ദെൻ കോർപ്പറേറ്റ് പ്ലാനിംഗ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇത് എക്സാംസിന് ചോദിക്കാറുള്ളതാണ് കോർപ്പറേറ്റ് പ്ലാനിങ്ങിനെ പറ്റി. സോ കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ നോർമൽ ഒരു പ്ലാനിംഗ് എന്താണ്, പ്ലാനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് മാനേജ്മെന്റ് ആണല്ലേ നോർമലി പ്ലാനിംഗ് ചെയ്യാറുള്ളത്. അപ്പോ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ ഒരു പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്തു വെക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഒരു ഗൈഡൻസ് പോലെ നമുക്ക് ഈ ഒരു പ്ലാൻസിനെ യൂസ് ചെയ്യാം. ഇവിടെ ഒരുപാട് പേര് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്ലാനിങ്ങിനെ പറ്റിയിട്ട്, കുറച്ചേറെ ഡെഫിനേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് പഠിച്ചു വെക്കാൻ സിമ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായിട്ടുള്ള ഡെഫിനേഷൻസ് എടുത്തിട്ട് ഒരു ഡെഫിനേഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചു വെച്ചേക്കാം. നമുക്കിവിടെ ഡ്രക്കറിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം. Drucker defines corporate planning as a continuous process of making entrepreneurial decisions systematically and with the best possible knowledge of their futurity, organizing systematically the efforts needed to carry out these decisions and measuring the result against expectations through organized systematic feedback. ഇവിടെ കുറച്ചേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. എന്തൊക്കെ പറയുന്നുണ്ട്, കോർപ്പറേറ്റ് പ്ലാനിങ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓൺട്രപ്രന്യൂറൽ ഡിസിഷൻസ് ആണ് അവിടെ എടുക്കുന്നത് അല്ലെ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. ദെൻ ബെസ്റ്റ് പോസിബിൾ നോളജ് ഓഫ് ദർ ഫ്യൂച്ചറിറ്റി, അതായത് നമ്മളുടെ ഒരു ബിസിനസിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ നോളജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ ഈ ഒരു ഡിസിഷൻസിന് വേണ്ട എഫേർട്സ് എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനലി നമ്മൾ ഈ എടുത്ത ഡിസിഷന്റെ റിസൾട്ടുകളെ മെഷർ ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് ഫീഡ്ബാക്കിൽ കൂടെ ഈ ഒരു റിസൾട്ട്സ് ഉൾപ്പെടെ നമ്മൾ മെഷർ ചെയ്യുന്ന ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു, ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറയാം. സോ ഈ ഒരു ഡെഫിനേഷൻ മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെസിയുടെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, കുറച്ചേറെ ഡെഫിനേഷൻസ് വരുന്നുണ്ട്. സോ അതിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നോക്കി വെച്ചിരുന്നാൽ മതി. അത്രേ ഉള്ളൂ നമ്മളുടെ കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഫ്യൂച്ചറിനെ അവരൊന്ന് ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു സ്റ്റഡി ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആ പ്ലാൻ അനുസരിച്ചിട്ട് ബിസിനസ് മുന്നോട്ട് പോകുന്നത്, അതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ദെൻ എസെൻഷ്യൽസ് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിംഗ് ഉണ്ട്. കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ എസെൻഷ്യൽ ആസ്പെക്ടുകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ഫ്യൂച്ചർ ഓഫ് കറന്റ് ഡിസിഷൻസ് അല്ലെ, നമ്മളുടെ ഈ ഒരു കറന്റ് ഡിസിഷൻസിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. ഫ്യൂച്ചർ ഓഫ് കറന്റ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസിന്റെ അനന്തരഫലം എന്തായിരിക്കും, ആ ഒരു ഡിസിഷൻസിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കംസിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്. ദെൻ ദ പ്രോസസ് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിംഗ് ഇന്റഗ്രേറ്റ്സ് സ്ട്രാറ്റജിക് പ്ലാനിംഗ് വിത്ത് ഷോർട്ട് റേഞ്ച് ഓപ്പറേഷണൽ പ്ലാൻസ്. ഇവിടെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്,
ചെറിയ ചെറിയ പ്ലാനുകൾ ഉണ്ടാക്കും അല്ലെ, ഷോർട്ട് റേഞ്ച് ഓപ്പറേഷണൽ പ്ലാൻസ് വെച്ചിട്ട് നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിനെ, ഒരു വലിയ പ്ലാനിനെ കൊണ്ടുവരുവാണ്. ഇവിടെ ചെറിയ ചെറിയ അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് പ്ലാൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഫ്യൂ അതോറിറ്റീസ് യൂസ് കോംപ്രഹെൻസീവ് കോർപ്പറേറ്റ് പ്ലാനിംഗ്, സ്ട്രാറ്റജിക് പ്ലാനിംഗ്, ലോങ് റേഞ്ച് പ്ലാനിംഗ്, ഫോർമൽ പ്ലാനിംഗ്, കോർപ്പറേറ്റ് പ്ലാനിംഗ് എക്സെട്ര ആസ് എ സിനോണിമസ് ടു ഈച്ച് അതർ. അതായത് ചില അതോറിറ്റീസ് ഈ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് പ്ലാനിങ്ങും സ്ട്രാറ്റജിക് പ്ലാനിങ്ങും ദെൻ ലോങ് റേഞ്ച് പ്ലാനിംഗ് അല്ലെങ്കിൽ ഫോർമൽ പ്ലാനിംഗ് ഇതിനെല്ലാം സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിന് പകരം സ്ട്രാറ്റജിക് പ്ലാൻസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോങ് റേഞ്ച് പ്ലാൻസ് യൂസ് ചെയ്യാം, ഫോർമൽ പ്ലാനിംഗ് യൂസ് ചെയ്യാം. ഒരു ബിസിനസിനെ അപേക്ഷിച്ച് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. Corporate planning is viewed as an organizational process resulting in developing strategic intent and action plans to achieve the objectives. ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിനെ ഒരു ഓർഗനൈസേഷണൽ പ്രോസസ് ആയിട്ടാണല്ലേ കണക്കാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ആക്ഷൻ പ്ലാനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആ ഒരു ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ആക്ഷൻ പ്ലാനുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷണൽ പ്രോസസ് ആയിട്ടാണ് ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിനെ നമ്മൾ കണക്കാക്കുന്നത്. സോ ഇത്രയുമാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. The object of corporate planning is to identify new areas of investment and marketing. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റും പർപ്പസും നമുക്ക് നോക്കണം. കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫൈ ന്യൂ ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. അതായത് നമ്മളുടെ ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള ന്യൂ ഏരിയാസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. അതായിരിക്കും കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി പർപ്പസോ? കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ടു ഫോർമുലേറ്റ് ദ ഓർഗനൈസേഷൻസ് പർപ്പസ്, മിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾ, പോളിസി, പ്രോഗ്രാം, സ്ട്രാറ്റജീസ് ആൻഡ് മേജർ ആക്ഷൻ പ്ലാൻസ് ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവരുടെ മിഷനും വിഷനും ഒബ്ജക്റ്റീവും ഗോളും ഒക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പർപ്പസ്. പക്ഷെ അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂ ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാർക്കറ്റിങ്ങിനെ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് അവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നത്. അത് നിങ്ങളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടേം കോർപ്പറേറ്റ് പ്ലാനിംഗ് പ്രോസസ്. കോർപ്പറേറ്റ് പ്ലാനിംഗ് പ്രോസസ്സിൽ വരുമ്പം നമുക്ക് ഇത് എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു വെച്ചേക്കണം. സോ കോർപ്പറേറ്റ് പ്ലാനിംഗ് പ്രോസസ്സിൽ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഇന്റന്റ്. നമ്മളൊരു സ്ട്രാറ്റജിക് ഇന്റന്റ് ഫോം ചെയ്യണം. ദെൻ എൻവയോൺമെന്റൽ അപ്രൈസൽ. എൻവയോൺമെന്റൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബിസിനസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഇൻഡെപ്ത് ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യുക. ദെൻ ജനറേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഓൾട്ടർനേറ്റീവ്സ്. ഈ ഒരു എൻവയോൺമെന്റ് അപ്രൈസൽ കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് പ്ലാനുകളെയും കൂടി ജനറേറ്റ് ചെയ്യണം. ദെൻ ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. നമ്മൾ ഈ കണ്ടുവച്ചിരിക്കുന്ന ഓൾട്ടർനേറ്റീവ് പ്ലാൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഡിസിഷൻസ് ഇൻ ടേം ഓഫ് സ്ട്രാറ്റജി, പോളിസി ആൻഡ് പ്രോഗ്രാംസ്. അതായത് ഈ ഒരു ഓൾട്ടർനേറ്റീവ്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മളൊരു ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക അല്ലെ. അവിടെയാണ് ഡിസിഷൻസ് ഇൻ ടേം ഓഫ് സ്ട്രാറ്റജി, പോളിസി ആൻഡ് പ്രോഗ്രാംസ്. ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം, ഏതൊക്കെ പോളിസീസ് യൂസ് ചെയ്യണം, ഏതൊക്കെ പ്രോഗ്രാംസ് വഴി ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഇതെല്ലാം ഫൈനലി നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കും. സോ ഇത്രയുമാണ് ഈ ഒരു 5 സ്റ്റെപ്സ് ആണ് കോർപ്പറേറ്റ് പ്ലാനിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഫോർമുലേഷൻ ഓഫ് സ്ട്രാറ്റജിക് ഇന്റന്റ്, എൻവയോൺമെന്റൽ അപ്രൈസൽ, generation of strategic alternatives, evaluation of alternative, decision in terms of strategy, policy and programs. Then benefits of corporate planning. Corporate planning ന്റെ കുറച്ച് benefits ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബിസിനസ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള കോർപ്പറേറ്റ് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ensures a rational allocation of resource and improve coordination between various units. ഒരു ബിസിനസ്സിന്റെ ഉള്ളിൽ പ്രോപ്പർ ആയിട്ട് ഈ റിസോഴ്സിന്റെ അലോക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് യൂണിറ്റ്സ് തമ്മിൽ ഒരു കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇൻ പെർഫോമൻസ് ഇസ് റിഫ്ലക്റ്റഡ് അല്ലെ. പ്രോപ്പർ ഒരു പ്ലാനിംഗ് ഉള്ള ബിസിനസ്സിലാണെങ്കിൽ, നല്ല രീതിയിൽ ഒരു കോർപ്പറേറ്റ് പ്ലാനിംഗ് ഉള്ള ബിസിനസ്സിലാണെങ്കിൽ അവിടെ ആ ഒരു ബിസിനസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ റെസ്പോണ്ടിങ് ടു എ ഡൈനാമിക് എൻവയോൺമെന്റ് അല്ലെ. നമ്മൾ എപ്പോഴും പറഞ്ഞു ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആയിരിക്കും. ആ ഒരു ഡൈനാമിക് എൻവയോൺമെന്റിൽ ആ ഒരു മാനേജ്മെന്റിന് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആ ഒരു എൻവയോൺമെന്റിനോട് റെസ്പോണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഡിസിഷൻസ് എടുക്കാനും കോംപ്ലക്സ് സിറ്റുവേഷൻസിലുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനും ഒക്കെ ഒരു ബിസിനസിനെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ
സെൻസ് ഓഫ് മേക്കിംഗ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ റിവ്യൂ ഓഫ് ബിസിനസ് ഇസ് ഡെവലപ്ഡ്. അതായത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ തന്നെ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ റിവ്യൂസ് അല്ലെ, ബിസിനസിനെ പറ്റിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിവ്യൂസ് നടത്താനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ ദിസ് ഹെൽപ്സ് എ വിഷണറി അപ്രോച്ച്. അതായത് ഒരു വിഷണറി അപ്രോച്ചിന് ഹെൽപ്പ് ചെയ്യുന്നു. വിഷണറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോർവേഡ് തിങ്കിങ് അല്ലെ, ഒരു ബിസിനസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു വിഷൻ ആണ് അല്ലെ, മുന്നോട്ടുള്ള കാര്യങ്ങളെ പറ്റി തിങ്ക് ചെയ്യാനും അതനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാനും പ്ലാൻസ് ഒക്കെ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മളുടെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ റീസൺസ് അട്രിബ്യൂട്ടഡ് ടു ദ ഫെയിലിയർ ഓഫ് കോർപ്പറേറ്റ് പ്ലാനിങ് ഇൻ ഇന്ത്യൻ ഓർഗനൈസേഷൻ. അതായത് നമ്മളുടെ ഇന്ത്യൻ ഓർഗനൈസേഷൻസിൽ ചില ഓർഗനൈസേഷനിൽ ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഫെയിലിയർ ആയി പോയിട്ടുണ്ട്. ചില ഓർഗനൈസേഷൻസിൽ അത് ഫെയിലിയർ ആയിട്ടുണ്ട്. സോ ഇങ്ങനെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ തന്നെ ഒരു കംപ്ലീറ്റ് ഫെയിലിയർ വരാനുണ്ടായ റീസൺസ് ആണ് നമ്മൾ ഈ അടുത്ത ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൂടുതലായിട്ടും ഇന്ത്യൻ ഓർഗനൈസേഷൻസിലാണ് ഈ ഒരു ഫെയിലിയർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ ഓർഗനൈസേഷനിലെ കോർപ്പറേറ്റ് പ്ലാനിങ് ഫെയിലിയർ ആകാനുണ്ടായ കാരണങ്ങൾ? ഫസ്റ്റ് പറഞ്ഞേക്കുന്നത് ഫെയിലിയർ ടു കീപ് ദ കോർപ്പറേറ്റ് പ്ലാനിങ് സിസ്റ്റം സിമ്പിൾ. ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ് സിസ്റ്റത്തിനെ സിമ്പിൾ ആയിട്ട് വെക്കാൻ പറ്റിയിട്ടില്ല. അതായത് ബിസിനസ് എപ്പോഴും ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിനെ കുറച്ച് വലിയ കാര്യമായിട്ട് കണ്ട് കുറച്ച് കോംപ്ലക്സ് ആക്കി അത് എല്ലാവർക്കും ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ് സിസ്റ്റം സിമ്പിൾ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ബിസിനസിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ ഫെയിലിയർ ടു ഡെവലപ്പ് അവയർനെസ് അബൌട്ട് കോർപ്പറേറ്റ് പ്ലാനിങ് പ്രോസസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് പ്ലാനിങ്ങിനെ പറ്റി ഉള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടൊന്നുമുള്ള അവയർനെസ് കൊടുക്കാനായിട്ട് ബിസിനസിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ കോർപ്പറേറ്റ് പ്ലാനിങ് ട്രൈസ് ടു ഡു ഓൾ പ്ലാനിങ് ഇറ്റ് സെൽഫ്. അതായത് ഒരു ബിസിനസിന്റെ എല്ലാ ഏരിയാസിലും വരുന്ന പ്ലാനിങ്ങും ഈ ഒരു ഒറ്റ കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ കൂടി തന്നെ ചെയ്യാനായിട്ട് അവര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും നമുക്ക് പോസിബിൾ ആകത്തില്ല അല്ലെ. കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ നോക്കാൻ പറ്റൂ. എല്ലാ പ്ലാനിങ്ങും നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് ഗീവ്സ് പ്ലാനർ എ ലോ സ്റ്റാറ്റസ്. അതായത് ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി ഉണ്ടല്ലോ ഒരു ബിസിനസ്സിലെ, ഈ ഒരു പ്ലാനർക്ക് ലോ സ്റ്റാറ്റസ് ആയിരുന്നു ചീഫ് എക്സിക്യൂട്ടീവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഫെയിലിയർ ടു മോഡിഫൈ ദ കോർപ്പറേറ്റ് പ്ലാനിങ് സിസ്റ്റം വിത്ത് ദ ചേഞ്ചിങ് കണ്ടീഷൻസ് ഇൻ ദ കമ്പനി. അതായത് നമ്മുടെ ബിസിനസ്സിലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ബിസിനസ്സിലുള്ള ചേഞ്ചസ് അനുസരിച്ചിട്ട് കോർപ്പറേറ്റ് പ്ലാനിങ്ങിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് ബിസിനസ്സിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ planner has only a part-time interest in planning. ഈ ഒരു ബിസിനസ്സിലുള്ള കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ ആ ഒരു പ്ലാനർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അല്ലെ, ഒരു പാർട്ട് ടൈം ഇൻട്രസ്റ്റ് മാത്രമേ പ്ലാനർക്കും ഉണ്ടായിരുന്നുള്ളൂ. Then there's a conflict between available soft database and the manager's need for hard answers. അതായത് നമുക്ക് എപ്പോഴും ഈ ഒരു ഇൻഫർമേഷൻസ് സോഫ്റ്റ് ഡേറ്റാബേസ് അതായത് സോഫ്റ്റ് കോപ്പി അല്ലെങ്കിൽ വിർച്വൽ ആയിട്ടായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ മാനേജേഴ്സിന് എന്ത് വേണം, അതിനുള്ള ഹാർഡ് ആൻസേഴ്സ് വേണമായിരുന്നു. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യൻ ഓർഗനൈസേഷൻസിൽ കോർപ്പറേറ്റ് പ്ലാനിങ്ങിന് ഫെയിലിയർ വരാനായിട്ട് ഉണ്ടായ റീസൺസ് എന്ന് പറയുന്നത്. Then a few prerequisites for success in corporate planning. നമുക്കൊരു അറിയാം ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ കുറച്ച് ഫെയിലിയേഴ്സ് വന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ്സിലുള്ള കോർപ്പറേറ്റ് പ്ലാനിങ്ങിനെ സക്സസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. The chief executive must be totally committed and involved in the corporate planning process. ഈ ഒരു പ്ലാനിംഗ് പ്രോസസ്സിൽ ചീഫ് എക്സിക്യൂട്ടീവുകൾ ടോട്ടലി കമ്മിറ്റഡ് ആയിട്ട് ഇൻവോൾവ് ആയിട്ട് തന്നെ നിൽക്കേണ്ടതായിട്ടുണ്ട്. Then participation of those executive who would be responsible for implementation must be ensured. അതായത് ഈ ഒരു പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട എക്സിക്യൂട്ടീവ്സ് ഉണ്ടല്ലേ, അവരുടെ പാർട്ടിസിപ്പേഷനും നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then the process of corporate planning should be introduced on continuous basis to cope with ever changing environment. അതായത് നമ്മുടെ ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു കണ്ടിന്യൂസ് ബേസിസിൽ തന്നെ ഒരു ബിസിനസ്സിൽ കൊണ്ടുവരണം. കാരണം ബിസിനസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ആ ചേഞ്ച് അനുസരിച്ചിട്ട് കോർപ്പറേറ്റ് പ്ലാനിങ്ങിലും നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തണം. The executive must understand that the real purpose of corporate planning is to provide direction to the organization. അപ്പൊ ഈ ഒരു എക്സിക്യൂട്ടീവ്സ് മനസ്സിലാക്കേണ്ടത് കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ റിയൽ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനുള്ള ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ സക്സസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീ റിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് കോർപ്പറേറ്റ് പ്ലാൻ. ഒരു കോർപ്പറേറ്റ് പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് ആസ്പെക്ട്സിനെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
So implementation of corporate strategy requires the analysis of the following aspect. So ഇത് important ആണ്, ഇതും നമുക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളെ പറ്റി ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് വേണം? പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്? പ്രൊസീജിയറൽ ഇംപ്ലിമെന്റേഷൻ, ഈ ഒരു ഇംപ്ലിമെന്റേഷൻ ഉള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? റിസോഴ്സ് അലോക്കേഷൻ അല്ലെ, നമ്മളുടെ റിസോഴ്സസിനെ, നമുക്ക് എപ്പോഴും റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും, റിസോഴ്സസിനെ എങ്ങനെയൊക്കെ അലോക്കേറ്റ് ചെയ്യണം? സ്ട്രക്ചറൽ ഇംപ്ലിമെന്റേഷൻസ്, ബിഹേവിയറൽ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫങ്ഷണൽ ഇംപ്ലിമെന്റേഷൻസ്. ഈ പറഞ്ഞിരിക്കുന്ന 6 കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തിയിട്ട് വേണം ഒരു ബിസിനസ് എപ്പോഴും അവരുടെ കോർപ്പറേറ്റ് പ്ലാൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. സോ ഇവിടെ നമുക്ക് കുറച്ച് ക്രിട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ആണെങ്കിലും പ്രൊസീജിയർ ഇംപ്ലിമെന്റേഷൻ, റിസോഴ്സ് അലോക്കേഷൻ, സ്ട്രക്ചറൽ ഇംപ്ലിമെന്റേഷൻ, ബിഹേവിയറൽ ഇംപ്ലിമെന്റേഷൻ, ഫങ്ഷണൽ ഇംപ്ലിമെന്റേഷൻ, ഈ തരത്തിൽ ഈ എല്ലാ തലത്തിലും നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു കോർപ്പറേറ്റ് പ്ലാൻസിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ റിസോഴ്സ് അലോക്കേഷൻ ഫോർ ബജറ്റ് based on either of the following method. അപ്പോ നമുക്ക് ഈ ഒരു റിസോഴ്സ് അലോക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് കുറച്ച് മെത്തേഡുകൾ ഉണ്ട് അല്ലെ. നമ്മൾ എപ്പോഴും ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പൊ ഈ പറയുന്ന കുറച്ച് ബജറ്റിന്റെ ബേസിലായിരിക്കും നമ്മൾ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്നത്. ബജറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് ബജറ്റിംഗ്, സീറോ ബേസ്ഡ് ബജറ്റിംഗ് ഉണ്ട്, PLC ബേസ്ഡ് ബജറ്റിംഗ് ഉണ്ട്, BCG ബജറ്റിംഗ് ഉണ്ട്. ഈ 4 ബജറ്റിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ബജറ്റിംഗ്സിനെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഈ ഒരു ബജറ്റിംഗ് മെത്തേഡ്സിൽ കൂടിയിട്ടാണ് നമ്മൾ റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നത്, അലോക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു റിസോഴ്സിനെ പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. ദെൻ നമുക്ക് നോക്കാനുണ്ട്, ദ ടോട്ടൽ റെസ്പോൺസിബിലിറ്റി ടു ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി ഹാവ് ബീൻ സബ് ഡിവൈഡഡ് ആസ് ഫോളോസ്. അതായത് സ്ട്രക്ചറൽ ഇംപ്ലിമെന്റേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലുള്ള ടോട്ടൽ റെസ്പോൺസിബിലിറ്റീസ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജീസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് ഡിഫൈനിങ് ദ മേജർ ടാസ്ക് റിക്വയർഡ് ടു ബി ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി. അതായത് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലുള്ള മേജർ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. ദെൻ ഗ്രൂപ്പിംഗ് ടാസ്ക് ഓൺ ദ ബേസിസ് ഓഫ് കോമൺ സ്കിൽ റിക്വയർമെന്റ്. ഓരോ ടാസ്ക് ചെയ്യുന്നതിനും അതിൻ്റെതായിട്ടുള്ള സ്കില്ലുകൾ ആവശ്യമാണ്. സോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ടാസ്കുകളെ ഗ്രൂപ്പ് ചെയ്യണം. കോമൺ സ്കില്ല് വേണ്ട ടാസ്കുകളെ എല്ലാം നമ്മൾക്ക് ഒറ്റ ഗ്രൂപ്പ് ആക്കാം. ദെൻ സബ് ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ടു പെർഫോം ടാസ്ക്. ഈ ഒരു ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്ത ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതോറിറ്റീസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഓരോ ആൾക്കാർക്കും അസൈൻ ചെയ്ത് കൊടുക്കണം. ദെൻ കോർഡിനേഷൻ ഓഫ് ഡിവൈഡഡ് റെസ്പോൺസിബിലിറ്റി. ഈ ഒരു നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്ത റെസ്പോൺസിബിലിറ്റീസിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യണം. ദെൻ ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. നമ്മുടെ ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കണം. ദെൻ ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രോൾ ആൻഡ് അപ്രൈസൽ സിസ്റ്റം. നമ്മൾ എപ്പോഴും ഈ ഒരു പോളിസി ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ കൺട്രോൾ ആൻഡ് അപ്രൈസൽ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഇവരുടെ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അത് പ്രോപ്പർ ആയിട്ട് നോക്കിയിരിക്കണം. ദെൻ ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സിസ്റ്റം. ഈ ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സ്ഥാനത്ത് മോട്ടിവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സിസ്റ്റം ഉണ്ട് അല്ലെ, അവരുടെ ഡിസൈനും അഡ്മിനിസ്ട്രേഷൻസും നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കണം. ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പ്ലാനിംഗ് സിസ്റ്റം. പ്ലാനിംഗ് സിസ്റ്റത്തിന്റെയും ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കിയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള മേജർ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഇംപ്ലിമെന്റേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ റിവ്യൂ ആൻഡ് ഇവാലുവേഷൻ ഓഫ് കോർപ്പറേറ്റ് പ്ലാൻസ്. കോർപ്പറേറ്റ് പ്ലാൻസിനെ എങ്ങനെയാണ് നമുക്ക് റിവ്യൂ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? So, corporate planning cannot said to be effective unless the management monitor how well the planning actions are matching actual achievement implementation programs. So, ഈ ഒരു കോർപ്പറേറ്റ് പ്ലാനിങ് effective ആകുന്നത് എപ്പോഴായിരിക്കും? അതിനെ പ്രോപ്പർ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്കൊരു കോർപ്പറേറ്റ് പ്ലാൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഒരു കോർപ്പറേറ്റ് പ്ലാൻ കംപ്ലീറ്റ് ആവുന്നത് അതിന്റെ പ്രോപ്പർ റിവ്യൂസ് അല്ലെങ്കിൽ ഇവാലുവേഷൻസ് നടക്കുമ്പോഴായിരിക്കും. ഇപ്പൊ നമ്മൾക്കിപ്പോ ഇങ്ങനെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ആക്ച്വൽ പെർഫോമൻസ്, ഈ ഒരു പ്ലാനിന്റെ ആക്ച്വൽ പെർഫോമൻസ് നമ്മളുടെ പ്ലാൻഡ് പെർഫോമൻസുമായിട്ട് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും അല്ലെ. അതിന് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടി ആ ഒരു പ്ലാനിനെ മോഡിഫൈ ചെയ്യാറുണ്ട്. സോ ഈ ഒരു പ്ലാൻസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ സ്ട്രാറ്റജിക് ഇവാലുവേഷന് 2 ലെവൽ പറയുന്നുണ്ട്, സ്ട്രാറ്റജിക് ലെവലും ഓപ്പറേഷണൽ ലെവലും. അപ്പൊ ഈ ഒരു 2 ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവാലുവേഷൻസ് നടത്താം. സോ
The following aspect differentiate strategic control and operational control. Strategic controlഉം operational controlഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, ഒരു ബിസിനസിന്റെ എക്സ്റ്റേണൽ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക് കൺട്രോൾ വരുന്നത്. പക്ഷേ ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗനൈസേഷൻ, ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. ഓപ്പറേഷണൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബിസിനസിന്റെ ഇന്റേണൽ ആണ്. സോ ഓപ്പറേഷണൽ, ഇന്റേണൽ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേഷണൽ കൺട്രോൾ. ദെൻ സ്ട്രാറ്റജിക് കൺട്രോൾ എന്ന് പറയുന്നത് അതിനൊരു ലോങ്സ്റ്റ് ടൈം ഹൊറൈസൺ ആണ്. ദെൻ control is exercised exclusively by top management in strategic control. Strategic control top management ആയിരിക്കും, കംപ്ലീറ്റ്ലി ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും ഈ ഒരു സ്ട്രാറ്റജിക് കൺട്രോളുകൾ ചെയ്യാറുള്ളത്. Then budget schedules and MBO are used in operational control. ഓപ്പറേഷണൽ കൺട്രോളിലാണ് നമ്മൾ ഈ ഒരു ബജറ്റ് ഷെഡ്യൂളുകളും മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലേ, MBOസും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് മേജർ ആയിട്ടുള്ള സ്ട്രാറ്റജിക് കൺട്രോളും ഓപ്പറേഷണൽ കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ അപ്രോച്ചസ് ടു കോർപ്പറേറ്റ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ വരുന്ന കുറച്ച് അപ്രോച്ചസ് ഉണ്ട്. അവിടെ ഫസ്റ്റ് പറയുന്നതാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഈ അപ്രോച്ചുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷനകത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ബോട്ടം അപ്പും ടോപ്പ് ഡൗണും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാനേജ്മെന്റിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റിലും ഏകദേശം സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് നമുക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ച് വരുന്നുണ്ട്. So in this approach, the top management decide everything and implementation is being taken care of by the middle and lower level management. ഇവിടെ നമുക്കറിയാം ടോപ്പ് മാനേജ്മെന്റ് ആണ് ഈ ഒരു പോളിസീസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഏതൊക്കെ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അതിനെപ്പറ്റി എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത് ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും. പക്ഷേ ഇംപ്ലിമെന്റേഷൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പോളിസീസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിഡിൽ ആൻഡ് ലോ ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും. അതാണ് ടോപ്പിൽ നിന്ന് താഴോട്ടാണ് അല്ലെ ടോപ്പ് ഡൗൺ എന്ന് പറയുന്നത്. ഇനി ബോട്ടം അപ്പ് അപ്രോച്ചോ നമ്മളുടെ ടോപ്പ് ഡൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ടോപ്പ് മാനേജ്മെന്റിന് ഒരു ഓപ്പൺ ഡോർ ആയിരിക്കും അവര് അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ലോ ലെവലിലുള്ള സജഷൻസ് ആയിരിക്കും ടോപ്പ് ലെവല് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ഗ്രൗണ്ട് ലെവൽ അല്ലെങ്കിൽ ഏറ്റവും മിഡിൽ ലെവലും ടോപ്പ് ലെവലും ആയിരിക്കും ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ അത് നമ്മളുടെ ടോപ്പ് ലെവലിനെ അറിയിക്കും. അങ്ങനെയാണ് അവിടെ ഓവറോൾ ഡിസിഷൻസ് എടുക്കുന്നത്. ദെൻ ഹൈബ്രിഡ് അപ്രോച്ച്. ഹൈബ്രിഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോപ്പ് ഡൗണും ബോട്ടം അപ്പും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഹൈബ്രിഡ് അപ്രോച്ചിൽ. ഇവിടെ എന്താണ്? വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലെ. ടോപ്പ് മാനേജ്മെന്റും SBUs അതായത് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റുകളും തമ്മിൽ ഒരു വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്തിനെ പറ്റിയിട്ടാണ്? നമ്മളുടെ കോർപ്പറേറ്റ് പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷനെ പറ്റിയിട്ട് നമ്മളുടെ ടോപ്പ് മാനേജ്മെന്റും SBUസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഹൈബ്രിഡ് അപ്രോച്ചിൽ വരുന്നത്. ഇവിടെ ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും കൂടി നമ്മൾ കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജനറലി ഡീസെൻട്രലൈസ്ഡ് കമ്പനീസ് ആണ് ഈ ഒരു ഹൈബ്രിഡ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു അപ്രോച്ച് ആണ് ടീം അപ്രോച്ച്. ടീം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു ടീമായിട്ട് പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ചീഫ് എക്സിക്യൂട്ടീവ് മേ ഹിംസെൽഫ് ഇൻ കൊളാബറേഷൻ വിത്ത് സീനിയർ മാനേജേഴ്സ് പ്രിപ്പയർ കോർപ്പറേറ്റ് പ്ലാൻസ്. ഇവിടെ ചീഫ് എക്സിക്യൂട്ടീവ്സ് സീനിയർ മാനേജറുമായിട്ടൊക്കെ ഒരു കൊളാബറേഷനിൽ അവരെല്ലാവരും കൂടി ഒരു ടീമായിട്ട് ചേർന്നിട്ടായിരിക്കും കോർപ്പറേറ്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ക്ലിയർ? ഈ ഒരു 4 അപ്രോച്ചസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കോർപ്പറേറ്റ് പ്ലാനിങ്ങിൽ വരുന്ന അപ്രോച്ചസ് എന്ന് പറയുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ച്, ബോട്ടം അപ്പ് അപ്രോച്ച്, ഹൈബ്രിഡ് അപ്രോച്ച് ആൻഡ് ടീം അപ്രോച്ച്. ദെൻ സ്ട്രാറ്റജീസ് ആൻഡ് ദെയർ റോൾ ഇൻ കോർപ്പറേറ്റ് മാനേജ്മെന്റ്. സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ദെയർ റോൾ ഇൻ കോർപ്പറേറ്റ് മാനേജ്മെന്റ്. ഈ ഒരു സ്ട്രാറ്റജിസ്റ്റുകൾ, ഒരു ബിസിനസ്സിലുള്ള സ്ട്രാറ്റജിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? They are the individuals or group who are primarily involved in formation, implementation and evaluation of strategies. ഈ ഒരു സ്ട്രാറ്റജീസിന്റെ ഇംപ്ലിമെന്റേഷനും ഇവാലുവേഷനിലും ഫോർമുലേഷനിലും ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ സ്ട്രാറ്റജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജിസ്റ്റിന്റെ റോൾ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. കോർപ്പറേറ്റ് മാനേജ്മെന്റിലുള്ള സ്ട്രാറ്റജിസ്റ്റിന്റെ റോൾസ് ആണ്. ഇവിടെ സ്ട്രാറ്റജിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? The role of board of directors has come under intense scrutiny in recent times, leading to the emergence of issue of corporate governance. ഇപ്പൊ ഈ ഒരു നമ്മളുടെ കോർപ്പറേറ്റ് ഗവേണൻസിലോട്ട് വരുമ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനുള്ള റോളിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ ഒരുപാട് ആൾക്കാർ ചേരുന്നതാണ് അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇപ്പോ പല ബിസിനസ്സിലും പല രീതിയിലായിരിക്കും അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇപ്പൊ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ ഫുൾ ടൈം ഡയറക്ടേഴ്സ് ഉണ്ട്, പാർട്ട് ടൈം ഡയറക്ടേഴ്സ് ഉണ്ട്, നോമിനി ഡയറക്ടേഴ്സ് ഉണ്ട്.
അപ്പൊ പല കമ്പനീസില് പല രീതിയിലായിരിക്കും ഈ ഒരു നമ്മളുടെ ഡയറക്ടേഴ്സ് വരുന്നത്. സോ ഈ ഒരു ബോർഡ് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ബിസിനസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒരു ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ആ ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. സോ they are related to the functioning of the board of company and conducting of the business internally and externally. ബിസിനസിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫംഗ്ഷനിങ്ങിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് നോക്കുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു സ്ക്രൂട്ടനീസ് ഒക്കെ നടത്തുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ദെൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ എന്ന് നമ്മൾ പറയും അല്ലെ. സിഇഒ is designated as the managing director, executive director, president or general manager in business organization. ഒരു ബിസിനസ്സിലെ സിഇഒ എന്ന് പറയുന്നത് ആരെയൊക്കെയാണ് നമ്മൾ സിഇഒ എന്ന് പറയുന്നത്? ഈ ഒരു മാനേജിംഗ് ഡയറക്ടറെയോ എക്സിക്യൂട്ടീവ് ഡയറക്ടറോ അല്ലെങ്കിൽ പ്രസിഡന്റോ ജനറൽ മാനേജറോ ഒക്കെ നമ്മൾ സിഇഒ എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു സിഇഒയുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ഒരു ബിസിനസ്സിലെ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അവിടെ സിഇഒസ് ആയിരിക്കും എടുക്കുന്നത്. സോ ഇവിടെ സിഇഒസ് ഈ ഒരു ഡിസിഷൻസ് എടുക്കും, സ്ട്രാറ്റജിക് ഡിസിഷൻസ് എടുക്കുന്നതിൽ സിഇഒക്ക് വലിയ ഒരു പങ്കുണ്ട്. ദെൻ ഓൺട്രപ്രണേഴ്സ്, ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ്, ആ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഒരു ബിസിനസ് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ഐഡിയയിൽ നടത്തുന്ന ആൾക്കാരെ നമുക്ക് ഓൺട്രപ്രണർ എന്ന് പറയാം. ദേ ഓൾവേസ് സെർച്ച് ഫോർ ദ ചേഞ്ച്, റെസ്പോണ്ട് ടു ഇറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഓൺട്രപ്രണേഴ്സ് എപ്പോഴും എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ ആ ഒരു ചേഞ്ചിനെ എപ്പോഴും അവര് ചേഞ്ചസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ദേ സെർച്ച് ഫോർ ചേഞ്ച്, ആ ഒരു ചേഞ്ചിനോട് റെസ്പോണ്ട് ചെയ്യും, ആ ഒരു ചേഞ്ചിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി എടുക്കുന്നതാണ് ഓൺട്രപ്രണേഴ്സ്. ദെൻ SBU ലെവൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അല്ലെ, സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് ലെവൽ എക്സിക്യൂട്ടീവ്സ്. ഈ ഒരു SBU ലെവൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് അവരായിരിക്കും SBU ലെവൽ സ്ട്രാറ്റജീസ് ഫോം ചെയ്യുന്നതും ആ ഒരു സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും എല്ലാം SBU ലെവൽ എക്സിക്യൂട്ടീവ്സിന്റെ ഡ്യൂട്ടീസ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ദെൻ കൺസൾട്ടന്റ്, കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ ദേ അസിസ്റ്റ് ദ ഓർഗനൈസേഷൻ ഇൻ ദെയർ കോർപ്പറേറ്റ് മാനേജ്മെന്റ് പ്രോസസ്. അതായത് ബിസിനസിന്റെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് പ്രോസസ്സിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുന്നതാണ് അല്ലെ, അസിസ്റ്റ് ചെയ്യാൻ എക്സ്റ്റേണലി പോകുന്നതാണ് ഈ ഒരു കൺസൾട്ടന്റിന്റെ അടുത്ത്. കൺസൾട്ടന്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാർട്ടീസ് ആയിരിക്കും. സോ സ്മോളർ ഓർഗനൈസേഷൻ മേ ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് കൺസൾട്ടന്റ് ഫോർ ഇംപ്രൂവിംഗ് ദർ കോർപ്പറേറ്റ് ഗവേണൻസ്. ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവരുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കൺസൾട്ടൻസിന്റെ അസിസ്റ്റ് എടുക്കാറുണ്ട്. ദെൻ നീഡ് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്, കോർപ്പറേറ്റ് ഗവേണൻസിന്റെ നീഡാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലെ ഒരു ബിസിനസ്സിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒരു ബിസിനസ്സിലെ പ്രോപ്പർ ആയിട്ട് ഗവേൺ ചെയ്യുന്നത്? സോ കോർപ്പറേറ്റ് ഗവേണൻസിന്റെ നീഡ് നോക്കാം. സ്കാഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ഒരു ബിസിനസ്സിലെ റിസോഴ്സ് സ്കാഴ്സ് ആണ് റിസോഴ്സ് എങ്കിൽ അല്ലെങ്കിൽ റിസോഴ്സ് അവർക്ക് ആവശ്യത്തിന് ഇല്ല, അങ്ങനെയാണെങ്കിൽ അതിനെ പ്രോപ്പർ ആയിട്ട് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു നല്ല രീതിയിൽ ഒരു മാനേജ്മെന്റ് ആവശ്യമാണ് അല്ലെ. ദെൻ ഫാസ്റ്റ് ടെക്നോളജിക്കൽ ചേഞ്ചസ്, ടെക്നോളജീസ് എപ്പോഴും ഫാസ്റ്റ്ലി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടെക്നോളജിക്കൽ ചേഞ്ചസിൽ ഉണ്ടാകുന്ന ആ ഒരു ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനോട് പ്രോപ്പർ ആയിട്ട് കോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും എന്ത് വേണം? നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആവശ്യമാണ്. ചേഞ്ചിങ് ഹ്യൂമൻ വാല്യൂസ്, ഒരു ബിസിനസിന്റെ മോസ്റ്റ് വാല്യൂബിൾ ഐറ്റംസ് ആണല്ലേ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഹ്യൂമൻ വാല്യൂസിലുള്ള ചേഞ്ചസിനെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ ഒരു നല്ല കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആവശ്യമാണ്. മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, ഒരു ബിസിനസ്സിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ ഡയറക്റ്റ് റിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതിൽ കസ്റ്റമേഴ്സ് വരും, സപ്ലയേഴ്സ് വരും, ഗവൺമെന്റ് വരും, ഒരുപാട് ആൾക്കാർ ചേരുന്നതാണ് അല്ലെ. സോ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ നമുക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആവശ്യമാണ്. ദെൻ ഗ്രോയിങ് കോമ്പറ്റീഷൻ, ബിസിനസ്സിൽ എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ട്. ഈ ഒരു കോമ്പറ്റീഷൻ ഗ്രോ ചെയ്യുന്ന സിറ്റുവേഷൻസിലും അവിടെ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ ബിസിനസ്സിന് അവിടെ നിലനിൽക്കാനായിട്ട് പറ്റില്ല. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന LPGയുടെ ഒക്കെ ഇംപ്ലിമെന്റേഷനോട് കൂടി കോർപ്പറേറ്റ് മാനേജ്മെന്റിനുള്ള പങ്ക് വളരെ വലുതായിട്ടുണ്ട്. ദെൻ ഗ്രോയിങ് സ്കെയിൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്, ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസ് അവർ എന്ത് ചെയ്യാം, അവർക്ക് കുറച്ചും കൂടി വൈഡ് ആക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസ് അവർക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലും അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. ദെൻ ഫാസ്റ്റർ ആൻഡ് ക്വിക്കർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഒരു ബിസിനസ്സിലുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആസ്പെക്ടിലൊക്കെ കുറച്ചും കൂടി ഒരു സ്പീഡ് വരുത്താനൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പർ മാനേജ്മെന്റ് അവിടെ ആവശ്യമാണ് അല്ലെ. ദെൻ ഫൈനലി പ്രൊഫഷണലൈസേഷൻ ഇൻ മാനേജ്മെന്റ്, മാനേജ്മെന്റിലുള്ള പ്രൊഫഷണലൈസേഷൻ, കോർപ്പറേറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസിനെ
മാനേജ് ചെയ്യുന്നത് കുറച്ചും കൂടി പ്രൊഫഷണലൈസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ പോളിസീസ് ആവശ്യമാണ് അല്ലെ. സോ ഇത്രയുമാണ് നമ്മളുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ നീഡ്സിൽ വരുന്നത്. ദെൻ ഫൈനലി നമ്മൾ പഠിക്കുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇൻ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ്. നോൺ ബിസിനസ് ഓർഗനൈസേഷൻസിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആണ്. നോൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബിസിനസിന് വേണ്ടിയിട്ട് അല്ല, അവരുടെ അതായത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലാതെ സർവീസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകളെ, അല്ലെങ്കിൽ സർവീസ് ആണ് അവരുടെ മെയിൻ എയിമെങ്കിൽ അതിനെ നമുക്ക് നോൺ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയാം അല്ലെ. സോ ഈ ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ഓർഗനൈസേഷൻസിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അവിടെ എന്തൊക്കെയാണ്? സോ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അട്രാക്ടിങ് ലാർജ് നമ്പർ ഓഫ് ക്ലയൻസ്. എപ്പോഴും ഈ ഒരു നോൺ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സർവീസ് ഓർഗനൈസേഷൻസിനൊന്നും ഒരുപാട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണില്ല അല്ലെ. അപ്പൊ അവരെപ്പോഴും ഈ ഒരു റിഗറസ് എൻവയോൺമെന്റൽ അനാലിസിസിലോട്ടൊന്നും പോകാറില്ല. സോ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ ഹാവ് ലാർജർ നമ്പർ ഓഫ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇൻ ദിസ് എൻവയോൺമെന്റ് ദ കോർപ്പറേറ്റ് മാനേജ്മെന്റ് പ്രോസസ് ബിക്കം മോർ പൊളിറ്റിക്കൽ. അതായത് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് വലുതായിരിക്കും അല്ലെ. കാരണം സർവീസ് ലക്ഷ്യമിട്ടുള്ള ഓർഗനൈസേഷൻസിലാണെങ്കിൽ അവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എണ്ണവും കൂടുതലായിരിക്കും. സോ ആ ഒരു സിറ്റുവേഷൻസിൽ ബിസിനസ്സിലുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പൊളിറ്റിക്കൽ ആയിട്ടായിരിക്കും അവര് ചെയ്യാറുള്ളത്. ദെൻ നോൺ ബിസിനസ് ഓർഗനൈസേഷൻ സെൽഡം ഗോ ത്രൂ ദ റിഗർ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്. അതായത് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് ഒന്നും ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ്സിലോട്ടൊന്നും അധികം പോകാറില്ല. സോ the performance evaluation criteria in case of non-business organization is highly qualitative and therefore judgmental. ഇവിടെ നോൺ ബിസിനസ് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേഷൻ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ജഡ്ജ്മെന്റിലും ക്വാളിറ്റേറ്റീവും ആയിരിക്കും അല്ലെ. സോ ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമുക്ക് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഇൻ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ട് പറയാനായിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. Describe the process of corporate planning and state its benefits. ജൂൺ 2023 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ. പ്രോസസ് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിങ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ ബെനിഫിറ്റ്സും നമ്മൾ പറഞ്ഞു പോയി അല്ലെ. അപ്പൊ കോർപ്പറേറ്റ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സും ബെനിഫിറ്റ്സും നോക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ബെനിഫിറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് പ്ലാനിങ് നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. നമ്മുടെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നും ബിസിനസിന്റെ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ പെർഫോമൻസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ കോർപ്പറേറ്റ് പ്ലാനിങ് പ്രോസസ്സ് നമ്മൾ നോക്കി. ഈ ഒരു 5 പ്രോസസ്സ് അവിടെ വരുന്നുണ്ട്. സോ ഇതും നമ്മൾ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കുള്ളത് ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് 2. 2 യൂണിറ്റുകൾ മാത്രമേ നമ്മളുടെ ഫസ്റ്റ് ബ്ലോക്കിലുള്ളൂ. യൂണിറ്റ് 2 നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.